നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ നടി ഗായത്രി വർഷയുടെ വിമർശനം മാധ്യമങ്ങൾക്കെതിരെയും. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ സംഘാടകരുടെ പേര് മാധ്യമങ്ങൾ മറച്ചുവെച്ചു. കലാപ്രവർത്തനങ്ങൾ കച്ചവട മാധ്യമങ്ങളായി മാറി. അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടി. അപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ആശുപത്രിയിൽ കഴിയുന്ന ഉമാ തോമസ് MLA കാണാനോ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാനോ ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്നും ഗായത്രി വിമർശിച്ചു. ദിവ്യ ഉണ്ണിയും കച്ചവട പ്രവർത്തനത്തിന്റെ ഇരയായെന്നും ഗായത്രി വർഷ പ്രതികരിച്ചു. സംഭവത്തിൽ ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പ് അവർ അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിമർശനം. അതിനിടെ മൃദംഗ വിഷൻ ആദ്യമായി സംഘടിപ്പിച്ച നാട്യമയൂരി നൃത്തസന്ധ്യയിലേക്കും അന്വേഷണം നീളുകയാണ്. കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ ചുരുങ്ങിയ നർത്തകരെ പങ്കെടുപ്പിച്ചാണ് നാട്യമയൂരി സംഘടിപ്പിച്ചത്. മൃദംഗനാഥം പോലെ ഇതിനും പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ, വാഗ്ദാന ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാമാണ് അന്വേഷിക്കുന്നത്. 2023 ഇത് സംബന്ധിച്ച് മൃദംഗ വിഷൻ പത്രസമ്മേളനവും നടത്തി. അന്ന് നാട്യമയൂരിയുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിച്ചത് നവ്യ നായരെയാണ്. ഗിന്നസ് റെക്കോർഡ് പരിപാടിയിൽ നവ്യ സഹകരിച്ചില്ല. നവ്യ പിന്മാറിയതോടെയാണ് അമേരിക്കയിൽ നിന്നും ദിവ്യ ഉണ്ണി കൊണ്ടുവന്നതെന്നാണ് സൂചന. ബുധനാഴ്ച രാത്രി 11:30 കൊച്ചി വിമാനത്താവളത്തിൽ നിന്നാണ് സിംഗപ്പൂർ വഴി അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിൽ ദിവ്യ ഉണ്ണി മടങ്ങിയത്. വിവാഹത്തിന് ശേഷം ദിവ്യ ഉണ്ണി വർഷങ്ങളായി അമേരിക്കയിൽ കുടുംബമായി സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നവംബറിലാണ് നടി കേരളത്തിലെത്തിയത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം നടിയിലേക്ക് നീളുന്നതിനിടയിലാണ് മടങ്ങിപ്പോയത്. ഗിന്നസ് പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ദിവ്യ ഉണ്ണി. ഇതിലൂടെ നടിക്ക് കിട്ടിയ പ്രതിഫലം ഉൾപ്പെടെ അന്വേഷിക്കാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് മടക്കം. എന്നിരുന്നാലും ഓൺലൈനായി നടിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. നടിമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കി നിരവധി പരിപാടികൾ മൃദംഗ വിഷൻ നടത്താനിരുന്നുവെന്നാണ് സൂചന. അതേസമയം നൃത്ത പരിപാടിക്കായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഉന്നതരുടെ ഇടപെടലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകാനാകില്ലെന്നും സ്റ്റേഡിയം അധികൃതർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഒരു CPM പ്രമുഖൻ വിഷയത്തിൽ ഇടപെട്ടു. ഈ പ്രമുഖന്റെ ഇടപെടൽ കാരണമാണ് മന്ത്രി P രാജീവിനെയും കോർപ്പറേഷൻ മേയർ M അനിൽകുമാറിന്റെ ഗിന്നസ് പരിപാടിയിൽ നിന്നും അകറ്റിയത്. ഈവന്റ് മാനേജ്മെന്റിലൂടെ കോടികൾ ഉണ്ടാക്കുന്ന ഇടതനുകൂലർ കേരളത്തിൽ സജീവമാണ്. തിരുവനന്തപുരത്ത് കരമന ഫാക്ടറാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. കൊച്ചിയിലടക്കം മറ്റൊരു സംവിധാനമുണ്ട്. CPMലെ പ്രമുഖരുടെ മക്കളടക്കമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇവരുടെ ബിനാമി സംവിധാനമാണ് മൃദംഗ വിഷൻ എന്ന വാദം ശക്തമാക്കുന്നതെന്നാണ് പുതിയ സൂചനകൾ. 2024 ഓഗസ്റ്റിലാണ് പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മൃദംഗ വിഷൻ അപേക്ഷ സമർപ്പിക്കുന്നത്. GCDA ചെയർമാൻ ചന്ദ്രൻ പിള്ളയ്ക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചത്. തുടർന്ന് ഏകദേശം 1 മാസത്തിനു ശേഷം ചന്ദ്രൻ പിള്ള ഈ അപേക്ഷ സ്റ്റേഡിയത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗത്തിന് കൈമാറി. 2025 ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് മാത്രമായി നൽകിയിരിക്കുകയായിരുന്നതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകാനാവില്ല എന്നായിരുന്നു എസ്റ്റേറ്റ് വിഭാഗത്തിൻ്റെ തീരുമാനം. ഫുട്ബോളിന് വേണ്ടി മാത്രം നൽകിയിരിക്കുകയാണ് സ്റ്റേഡിയം. ഈ അപേക്ഷ പരിഗണിക്കാനാവില്ല. അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടർഫ് സ്റ്റേഡിയത്തിലുണ്ട്. മറ്റു പരിപാടികൾ നടത്തുന്നത് ടർഫിനെ ബാധിച്ചേക്കുമെന്നും എസ്റ്റേറ്റ് വിഭാഗം കണ്ടെത്തിയതായി GCDA രേഖകളിൽ പറയുന്നു. പക്ഷേ ഈ തീരുമാനം അട്ടിമറിച്ചു. ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു നിരാക്ഷേപ പത്രം ലഭിച്ചാൽ സ്റ്റേഡിയം നൽകാനാകുമെന്ന് ഒരു ഉടമ്പടി ഉണ്ടാകുന്നു. അതിനുശേഷം NOC കിട്ടിയതായി കാണിച്ച് കാര്യങ്ങൾ വേഗത്തിലാക്കി. 1-2 ദിവസങ്ങൾ കൊണ്ടാണ് ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയായത്. ഇതിനെതിരെ കൊച്ചി സ്വദേശി ചെഷയർ ടാർസൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. കായിക ഇതര ആവശ്യത്തിന് സ്റ്റേഡിയം വിട്ടു നൽകിയത് വഴിവിട്ട നീക്കത്തിലൂടെയാണെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പരിപാടി നടത്താൻ മൃദംഗ വിഷൻ 23/8/2024 അപേക്ഷ നൽകുന്നത്. അപേക്ഷ പരിഗണിക്കാനാവില്ലെന്ന് എസ്റ്റേറ്റ് ഓഫീസർ ഫയലിൽ രേഖപ്പെടുത്തി. FIFA നിലവാരത്തിൽ സ്റ്റേഡിയം നിലനിർത്തേണ്ടതിനാൽ നൃത്ത പരിപാടിക്ക് നൽകാനാകില്ലെന്നായിരുന്നു ഫയലിൽ മറുപടി നൽകിയത്.